2008 നവംബർ 26-നാണ് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നത്. ഇതിന് 10 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 16-17 തീയതികളിൽ റാണ കൊച്ചിയിലെത്തിയിരുന്നു. മറൈൻ ഡ്രൈവിലുള്ള താജ് റെസിഡൻസിയിൽ തങ്ങി പിറ്റേ ദിവസം മടങ്ങുകയായിരുന്നു. എമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസ് നടത്തുന്ന താൻ ആളുകളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിലെത്തിയതെന്നാണ് റാണ ഇതുവരെ അന്വേഷണ ഏജൻസികളോടെല്ലാം വിശദീകരിച്ചത്. എന്നാൽ വരവിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇന്നും അവ്യക്തമാണ്. ഇവിടെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഇയാളെ കിട്ടിയില്ലാതെ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണോ അയാൾ കൊച്ചിയിൽ? അതെ അതെ, കുറച്ച് ആൾക്കാർക്ക് ഇയാളെ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ ആ ഇമിഗ്രേഷൻ സർവീസ് ആ സമയത്ത് പക്ഷേ ആ ഇമിഗ്രേഷൻ ഇന്റർവ്യൂ നടത്തിയില്ല എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പറിങ്. അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഇവിടെ എത്തിയത്. അതെ. കൊച്ചിയിൽ വെച്ച് റാണ ആരൊക്കെ കണ്ടു എന്നതിലും വ്യക്തമായ ഉത്തരമില്ല. ഇതടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് NIA സംഘം. മുംബൈ ആക്രമണത്തിലെ സൂത്രധാരനും പാക് അമേരിക്കൻ തീവ്രവാദിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് സഹായം നൽകിയത് റാണയായിരുന്നു. അന്ന് ഹെഡ്ലിയെ അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് മുൻ DGP കൂടിയായ ലോക്നാഥ് ബെഹ്റ. ആസ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഐ ഫീൽ ദാറ്റ് ഇയാൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഇയാൾക്ക് ഉണ്ട്. കാരണം ഹി വാസ് ദി ഫാസിലിറ്റേറ്റർ ഫോർ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഇയാൾ തന്നെയാണ് ചെയ്തത്. ഇയാളാണ് കവർ ചെയ്തു ഇയാളെ. പിന്നെ അത് കൂടാതെ ഇയാൾ അവർക്ക് വേണ്ടി പാസ്പോർട്ട് ഉണ്ടാക്കി. അന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തപ്പോൾ ഈ തഹൌർ റാണയുടെ വെയർബോട്ട്സും അതിൽ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യം. ആ സമയത്ത് ഹി വാസ് ഇൻ ജയിൽ. ഇതിന്റെ കോൺസ്പിറസി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നു റാണയുടെ റോൾ സംബന്ധിച്ച്? അത് ഹെഡ്ലി തന്നെ പറഞ്ഞു. ഹെഡ്ലി പറഞ്ഞ ശേഷം മാത്രം നമുക്ക് കാര്യങ്ങളൊക്കെ നേരെ മനസ്സിലായി. മുംബൈ ഭീകരാക്രമണത്തിലെ വിവരങ്ങൾക്കൊപ്പം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.